ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ടീച്ച് യു എ ലെസൺ എന്ന കൊറിയൻ ഡ്രാമയുടെ 6ാമത്തെ എപ്പിസോഡാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഇൻസ്പെക്ടർ ആയിട്ടുള്ള ഹ്വാജിന്റെ ഭാര്യ ഫ്ലാഷ് ബാക്കിൽ പാതിരാത്രി ഒരു കോളേജിലേക്ക് ഓടി പോകുന്നതും അവിടെ വെച്ച് അവള് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡന്റിനെ അവള് മീറ്റ് ചെയ്യുന്നതും തൊട്ട് പിന്നാലെ ആ ഒരു സ്റ്റുഡന്റ് അവളുടെ വയറ്റിലേക്ക് കത്തി കുത്തി ഇറക്കുന്നതും തുടർന്നുള്ള അവളുടെ മരണമൊക്കെ ഇപ്പൊ ആലോചിച്ച് വീട്ടില് വളരെ ഡെസ്പായിട്ട് തന്റെ ഭാര്യയെ ഒരുപാട് മിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ഹ്വാജിൻ. ഇന്നേരം തന്നെ ഇപ്പോ ഇവന്റെ അമ്മായച്ചനായിട്ടുള്ള മിനിസ്റ്റർ ഇപ്പൊ അവിടേക്ക് എത്തിയിട്ട്, നീ ഇനിയും എന്റെ മകളെ ആലോചിച്ച് ഇങ്ങനെ നിന്റെ ജീവിതം പാഴാക്കരുതെന്നും എത്ര നാള് നീ ഇങ്ങനെ വിഷമിച്ചൊക്കെ ഇരിക്കുന്നൊക്കെ ചോദിച്ച് അവനെ കൂളാക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം പിറ്റേ ദിവസം നമ്മുടെ ഹ്വാജിനും ഇമ്മും ബൊങ്ങൊക്കെ കൂടി കാറിൽ അങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് സ്കൂളിൽ പഠിക്കുന്ന പയ്യന്മാര് വന്നിട്ട് നടു റൂട്ടിൽ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാറിനെ മോഷ്ടിക്കാൻ ശ്രമിക്കുന്നത് അവര് കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോ നമ്മുടെ ഹ്വാജിന് ആ ഒരു പയ്യന്മാരുടെ മുമ്പിലേക്ക് ചെന്നിട്ട് അവരെ കൈയോടെ പിടികൂടാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇത് നേരം നമ്മുടെ ഇമ്മ ആകട്ടെ അവരില് ഒരു കുട്ടി അവരുടെ സ്കൂളിൽ തന്നെ പഠിക്കുന്ന മറ്റൊരു പെൺകുട്ടീനെ ബലമായിട്ട് അവളുടെ സമ്മതം ഇല്ലാണ്ട് തന്നെ പിടിച്ചോണ്ട് പോകുന്നത് ഇന്നും നോട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ തന്നെ അവള് വല്ലാതെ കുടിച്ച് ഫിറ്റായ മാതിരിയാണ് ആ ഒരു കുട്ടി നിൽക്കുന്നത് തന്നെ. സോ എന്തോ പന്തികേട് മണത്തിട്ട് ഇമ്മപ്പോ അവരെ ഫോളോ ചെയ്ത് പോകുന്ന സമയത്ത് തന്നെ ഹ്വാജിന് ആ ഒരു പയ്യന്മാരെ പിടിക്കാനായിട്ടും റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവരുടെ ഒരു ശ്രദ്ധ തെറ്റിച്ചിട്ട് ഇപ്പൊ ആ ഒരു പയ്യന്മാര് ആ ഒരു മോഷ്ടിച്ച കാർ എടുത്തിട്ട് വളരെ ഹൈ സ്പീഡില് നമ്മളെ ഹ്വാജിനെയും ഇടിച്ച് തെറിപ്പിച്ച് ലാസ്റ്റ് ആ ഒരു പെൺകുട്ടീനെ കൂടി കിഡ്നാപ്പ് ചെയ്യുന്ന പോലെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് വേഗം തന്നെ ഓടിച്ച് പോവാണ്. ഇവരിപ്പോ മൈനേഴ്സ് ആയതുകൊണ്ട് തന്നെ ലൈസൻസ് ഇല്ലാണ്ട് വളരെ ഹൈ സ്പീഡിൽ പോകുന്ന ഇവരുടെ ബാക്കിലായിട്ട് നമ്മുടെ ERPB കാരും പോകുന്നുണ്ടായിരുന്നു. ഇവിടെ ഹ്വാജിൻ മാക്സിമം അവരുടെ അടുത്ത് വണ്ടി ഒതുക്കി നിർത്താനായിട്ട് ആവശ്യപ്പെട്ടെങ്കിലും അവരാകട്ടെ പടക്കം പൊട്ടിച്ച് കുറെ ക്യാവേഴ്സ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് വളരെ ഡേഞ്ചറസ് ആയിട്ടായിരുന്നു വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ തന്നെ ഒരു വലിയ ക്രൗഡിന്റെ മുമ്പിലേക്ക് ആ ഒരു പയ്യന്മാരെല്ലാരും കൂടി ആ ഒരു കാർ ഇടിച്ചു കയറ്റും. തൊട്ടു മുമ്പ് തന്നെ ഇമ്മ എങ്ങനെയൊക്കെ അവിടേക്ക് എത്തിയിട്ട് വേറൊരു വണ്ടി അതിന് മുമ്പിലേക്ക് കൊണ്ടിട്ടിട്ട് തൽക്കാലത്തേക്ക് ആ ഒരു ആക്സിഡന്റ് അവള് തടയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ഇവരിപ്പോ കാണിച്ച എല്ലാ പ്രശ്നങ്ങൾക്കും കൂടി പോലീസുകാർ അവരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇന്നിപ്പോ ആ ഒരു പെൺകുട്ടിയോട് ശരിക്കും എന്താണ് അവർ നിന്നോട് ചെയ്തതെന്നും നിനക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്നും സത്യം പറയാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അവരെ പേടിച്ചുകൊണ്ടായിരിക്കണം ആ ഒരു കുട്ടി ഒന്നും തന്നെ പറയാണ്ട് തങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് ഒരുമിച്ച് ഒന്ന് ഇറങ്ങാൻ പോയതാണെന്നും അവിടെ വെച്ച് താൻ അടിച്ച് ഫിറ്റ് ആയതാണെന്നും ഇപ്പോൾ ഇമ്മിന് മൊഴി കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇതേ നേരം തന്നെ ആ ഒരു പിള്ളേരെല്ലാവരും തങ്ങൾ മൈനേഴ്സ് ആണെന്നും തങ്ങൾക്ക് അറിയാണ്ട് പറ്റിപ്പോയതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഏജിനെ ഒരു എക്സ്ക്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് അവരിപ്പോൾ പോലീസുകാരുടെ മുമ്പിൽ കെഞ്ചി അപേക്ഷിക്കുന്നുണ്ട്. കാരണം കൊറിയൻ ഗവൺമെന്റിന്റെ നിയമം അനുസരിച്ച് ഈ മൈനേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഇങ്ങനെ എന്തെങ്കിലും തെറ്റുകൾ പറ്റിക്കഴിഞ്ഞാൽ അവരോട് അതിനെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവരെ വീട്ടിലേക്ക് തിരിച്ച് അയക്കാറാണ് പതിവ്. മാത്രമല്ല ഈ പിള്ളേർക്ക് ഇത് ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു കുരുത്തക്കേട്ടിൽ അവർ ഏർപ്പെടുന്നതും. അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയതിനു ശേഷം അവരുടെ ഏജിനെ വെച്ച് നിയമത്തിനെ പേടിക്കാണ്ടാണ് അവരിപ്പോ ഒരു കൂസലും ഇല്ലാണ്ട് ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത്. ഇപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവർ ഇറങ്ങുമ്പോൾ തന്നെ മറ്റൊരു പ്രശ്നം കൂടി അവർ ഉണ്ടാക്കുന്നുണ്ട്. ഇത് നേരിട്ട് കാണുന്ന മിനിസ്റ്ററും ERPB ടീമും ഒരേ സ്വരത്തില് അടുത്തതായിട്ട് അവരുടെ മിഷൻ നടക്കാൻ പോകുന്നത് ഈ ഒരു ട്രബിൾ മേക്കേഴ്സ് ഒക്കെ പഠിക്കുന്ന സ്കൂളിലാണെന്ന് പറയുന്നതും പിറ്റേ ദിവസം നമ്മുടെ ERPB ടീം ആ ഒരു സ്കൂളിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ ഇപ്പോ ഹ്വാജിന് നേരിട്ട് ആ ഒരു ട്രബിൾ മേക്കർ ആയിട്ടുള്ള 4 പയ്യന്മാരെ വിളിച്ചിട്ട് അവരുടെ അടുത്ത് സംസാരിക്കുന്ന നേരം നമ്മുടെ ഇമ്മാകട്ടെ അവരുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ആ ഒരു സ്കൂളിലെ മെജോറിറ്റി ആയിട്ടുള്ള സ്റ്റുഡൻസിനെ വിളിച്ച് അവരോട് പേഴ്സണലി നിങ്ങൾ ഹായൂൺ എന്ന പേരുള്ള നമ്മൾ തലേ ദിവസം കുടിച്ച് ഫിറ്റായ പോലെ ഒരു പെൺകുട്ടീനെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, അങ്ങനെ ആ ഒരു പെൺകുട്ടീനെ കണ്ടുവന്ന് ചോദിക്കുമ്പോൾ എല്ലാ കുട്ടികളും അവളുടെ അടുത്ത് പേഴ്സണലി ഇല്ലാന്ന് തന്നെയാണ് പറയുന്നത്. മാത്രമല്ല ആ 4 പയ്യന്മാരെ പറ്റി ഇമ്മ എല്ലാവരോടും ചോദിച്ചെങ്കിലും എല്ലാവരും ആ പയ്യന്മാര് പാവങ്ങളാണെന്നും പ്രശ്നക്കാര് അല്ലെന്നാണ് പറയുന്നത്. പക്ഷെ അവരുടെ മുഖഭാവവും ബോഡി ലാംഗ്വേജും ഒക്കെ തന്നെ കാണുമ്പോൾ അവര് ആ ഒരു പയ്യന്മാരെ പേടിച്ചിട്ടാണ് ഇങ്ങനെയെല്ലാം പറയുന്നതെന്ന് ഇമ്മന് വളരെയധികം ക്ലിയർ ആയിരുന്നു. അങ്ങനെ ഈ പിള്ളേരുടെ അടുത്ത് ചോദിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കുന്ന ഇന്നിപ്പോ നേരെ ബൊങ്ങിന്റെ അടുത്തേക്ക് വന്നിട്ട് അവര് രണ്ടുപേരും കൂടി ഈ ഒരു 4 ബുള്ളീസിന്റെയും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും മെസ്സേജസ് ഒക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അതിൽ എന്തെങ്കിലും ഒരു ക്ലൂ ഉണ്ടായിരിക്കുമെന്ന് വിശ്വാസത്തിൽ തപ്പി നോക്കുമ്പോഴാണ് ഒരു ഇൻസ്റ്റഗ്രാം ഫോട്ടോയില് ഈ ഒരു 4 പയ്യന്മാർ നിൽക്കുന്നതും അതിന്റെ ബാക്കിലായിട്ട് ഒരു കബോർഡ് ചെയിനൊക്കെ ഇട്ടുവച്ച രീതിയിൽ ലോക്ക്ഡ് ആയിട്ട് നിൽക്കുന്നതും നമ്മുടെ ഇമ്മ ശ്രദ്ധിക്കുന്നത്. മാത്രമല്ല അതിലേക്കൊന്ന് സൂം ചെയ്യുമ്പോൾ ആ ഒരു കബേർഡിന്റെ തുമ്പത്തായിട്ട് ചെറിയൊരു വൈറ്റ് പീസ് ക്ലോത്ത് കാണുന്ന അവൾക്ക് അതൊരു സ്കൂൾ യൂണിഫോം ആണെന്നുള്ള ഒരു കാര്യം വേഗം തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോ ബൊങ്ങും ഇമ്മും കൂടിയിട്ട് വേഗം തന്നെ ആ ഒരു കബേർഡ് വെച്ചിരിക്കുന്ന സ്റ്റോറേജ് റൂമിലേക്ക് ചെന്നിട്ട്
ആ ചെയിൻസ് ഒക്കെ തകർത്ത് ആ ഒരു കബേർഡ് തുറക്കുമ്പോഴാണ് ഇന്നലെ നമ്മൾ കണ്ട ഹായൂൺ എന്ന ആ ഒരു കുട്ടീനെ വളരെയധികം ഉപദ്രവിച്ച് അവളുടെ മേത്ത് നിറയെ പാടുകളാക്കിയിട്ട് അവൾക്ക് ഒരു പണിഷ്മെന്റ് ആയിട്ട് ആ ഒരു 4 പയ്യന്മാരും കൂടി ആ ഒരു കൊച്ചിനെ ഈ കബേർഡിൽ ഇത്ര നേരം ലോക്ക് ചെയ്തിട്ട കാര്യം ഇൻസ്പെക്ടേഴ്സ് എല്ലാവരും കാണുന്നത്. അങ്ങനെ പിന്നീട് അവർ രണ്ടുപേരും കൂടിയിട്ട് ഈ ഒരു കുട്ടീനെ നഴ്സസ് റൂമിലേക്കൊക്കെ കൊണ്ടുപോയിട്ട് അവളൊന്ന് കൂളാക്കി സേഫ് ആക്കിയതിനു ശേഷം നടന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ അവളോട് ചോദിക്കുമ്പോൾ ആദ്യം അവളൊന്നും തന്നെ മിണ്ടാണ്ട് അവളുടെ ബാഗിനെ വളരെയധികം കൂട്ടിപ്പിടിച്ചിരിക്കുന്ന കാണുമ്പോൾ സംശയം തോന്നുന്ന ഇമ്മ അത് പരിശോധിക്കുന്നുണ്ട്. അതിൽ നിന്ന് അവൾക്ക് എന്തൊക്കെയോ ഗുളികകളും കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് സാധാരണ ഗുളികകളല്ലെന്നും എന്തോ ഇല്ലീഗലായിട്ടുള്ള ഡ്രഗ്സ് ആണെന്ന് മനസ്സിലാകുന്ന ഇമ്മപ്പോ അവളോട് ശരിക്കത്തെ കഥ പറയാനായിട്ട് ആവശ്യപ്പെടുമ്പോഴാണ് ശരിക്കും നമ്മുടെ ഹായിന്റെ ഫ്ലാഷ് ബാക്ക് നമ്മളെ കാണിക്കുന്നത്. അതിൽ ആ ഒരു സ്കൂളിലേക്ക് പുതിയതായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് വന്ന ഒരു കുട്ടിയായിരുന്നു നമ്മുടെ ഹായൂൺ. മാത്രമല്ല അവളെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നതുകൊണ്ട് അവളുടെ ഫ്രണ്ട്സ് എല്ലാവരും എപ്പോഴും അവളെ പറ്റി കോംപ്ലിമെന്റ്സ് പറഞ്ഞുകൊണ്ടിരുന്നു എന്ന് മാത്രമല്ല അവൾ ഇച്ചിരിയും കൂടി വണ്ണം ഒന്ന് കുറയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അവളുടെ ലുക്ക് കൂടുമെന്നും അവളുടെ ഫ്രണ്ട്സ് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നു. അങ്ങനെ താൻ എങ്ങനെ തന്റെ വെയിറ്റ് കുറയ്ക്കും എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ജിയോങ് എന്നൊരു പയ്യൻ ഇപ്പൊ അവളുടെ കയ്യിലേക്ക് ഹാർട്ടിന്റെ ഷേപ്പുള്ള കുറച്ച് മരുന്നുകൾ കൊടുത്തിട്ട് ഇത് സെലിബ്രിറ്റീസ് എല്ലാവരും കഴിക്കുന്ന ഒരു മരുന്നാണെന്നും ഇത് കഴിക്കുകയാണെങ്കിൽ നീ സ്വാഭാവികമായിട്ട് വണ്ണം കുറയുമെന്നും വണ്ണം കുറഞ്ഞ നിന്നെ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവുമെന്നും പറയുമ്പോൾ പാവം നമ്മുടെ ഹായുന് അത് വിശ്വസിക്കുന്നുണ്ട്. എങ്കിലും അവളൊന്ന് മടിച്ചു നിൽക്കുമ്പോൾ ഈ ജിയോങ് തന്നെ ആ ഒരു ഡ്രഗ് വെള്ളത്തിൽ കലർത്തി അവൾക്ക് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല അവളത് കുടിച്ചതിന് ശേഷം അവളുടെ ബോഡിയിലെ ചെറിയ ചേഞ്ചസ് ഒക്കെ ശ്രദ്ധിക്കുന്ന അവള് വീണ്ടും അവന്റെ അടുത്ത് പോയിട്ട് ആ ഒരു ഹാർട്ട് പിൽസ് ചോദിക്കുമ്പോൾ അവൻ ഇപ്രാവശ്യം തിരിച്ച് അവളുടെ അടുത്ത് പൈസ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഡ്രഗുമായിട്ട് ഒബ്സസ്ഡ് ആകുന്ന നമ്മുടെ ഹായയും ഓരോ തവണയും ജിയങ്ങന്റെ അടുത്ത് പോയിട്ട് ആ ഒരു പിൽസ് ചോദിക്കുകയും ജിയങ് ആകട്ടെ അവളുടെ ആ ഒരു ഇൻസെക്യൂരിറ്റി മുതലാക്കിയിട്ട് ഓരോ തവണയും അവൻ ചോദിക്കുന്ന എമൗണ്ട് കൂട്ടിക്കൊണ്ട് വരുമായിരുന്നു. അങ്ങനെ അവസാനം ജിയങ്ങിന് കൊടുക്കാനായിട്ട് നമ്മുടെ ഹായന്റെ കയ്യിൽ ഒരിത്തിരി പൈസ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ ഒരു ഡ്രഗിനോട് അഡിക്റ്റ് ആയിരുന്ന ഹായുണ് ആ ഒരു ഡ്രഗ് കിട്ടിയില്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടും അനുഭവിച്ചു തുടങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ ജിയങ് തന്നെ അവളുടെ ഒരു അവസ്ഥ കണ്ട് വീണ്ടും അതിന് മുതലെടുത്തുകൊണ്ട് നിനക്ക് എനിക്ക് പൈസ തരാൻ പറ്റിയില്ലെങ്കിലും പൈസ ഉണ്ടാക്കാനുള്ള ഒരു വഴി ഞാൻ നിനക്ക് പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് ഈ പിൽസൊക്കെ നിന്റെ ഫ്രണ്ട്സിനും ബാക്കിയുള്ള കുട്ടികൾക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നും അവർക്ക് അങ്ങനെ നീ ഒരു മരുന്ന് വിറ്റ് ആ കാശ് നീ എനിക്ക് തന്നാ മതിയെന്നും ഇപ്പോ ജിയാൻ ഹായളുടെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷെ കുറെ നാള് അങ്ങനെയൊക്കെ പോയെങ്കിലും ലാസ്റ്റ് തന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഇത്രയും വലിയ ക്രൂരതകളൊക്കെ താൻ ഇങ്ങനെ ചെയ്യുന്നത് സഹിക്കാൻ പറ്റാണ്ട് വിഷമിക്കുന്ന ഹായോടൊപ്പം നേരിട്ട് ഈ ഒരു പയ്യന്മാരെ ചെന്ന് കണ്ടിട്ട് തനിക്ക് ഇനിയും ഇങ്ങനെയൊന്നും ചെയ്യാനായിട്ട് പറ്റില്ലെന്ന് പറയുമ്പോൾ അവരെല്ലാരും കൂടി ചേർന്ന് ഇപ്പോൾ പാവം നമ്മുടെ ഹായുലിനെ വളരെയധികം ബ്രൂട്ടലി അബ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നിവർത്തികേട് കാരണം കൊണ്ട് അവൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പോലീസിനോട് കംപ്ലൈന്റ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ആദ്യം കണ്ടതുപോലെ ഇവർ മൈനേഴ്സ് ആയതുകൊണ്ട് ഇവരുടെ പേരിൽ കേസൊന്നും എടുക്കാണ്ട് പോലീസുകാർ ഇവരെ വിട്ടയക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ദേഷ്യം കൂടി ഇപ്പൊ അവര് പാവം നമ്മുടെ ഹായുന്റെ മേത്ത് തീർക്കുന്നുണ്ട്. അവരെല്ലാരും കൂടി പാവം നമ്മുടെ ഹായുനെ ആ ഒരു സ്റ്റോറേജ് റൂമിലേക്ക് കൊണ്ടുവന്ന് അവളെ ഫിസിക്കലി ഒരുപാട് അറ്റാക്ക് ചെയ്ത് ഒരുപാട് ഹാർഷായിട്ടുള്ള വാക്കുകൾ പറഞ്ഞ് അവളെ വേദനിപ്പിച്ച് ലാസ്റ്റ് ആ ഒരു കബേർഡിന്റെ ഉള്ളിൽ പൂട്ടി വെക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഹായുൻ വളരെയധികം വിഷമത്തോടെ നമ്മുടെ ഇമ്മിന്റെ അടുത്ത് പറയുമ്പോൾ നീ ഇനി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടെന്നും ആരും നിന്റെ ഒപ്പം നിന്നില്ലെങ്കിലും ERPB നിന്റെ ഒപ്പം ഉണ്ടെന്നും പറഞ്ഞ് അവള് ഹായുന് പ്രോമിസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ഇമ്മിപ്പം നേരെ നമ്മുടെ ഹ്വാജിന്റെ അടുത്ത് പോയിട്ട് ആ ഒരു പിള്ളേരുടെ മുമ്പിൽ വെച്ച് തന്നെ അവരെല്ലാരും ഡ്രഗ്സിന് അടിമപ്പെട്ടിട്ടുണ്ടെന്നും പോരാത്തതിന് അവരാണ് ഈ ഒരു സ്കൂളിൽ ഫുള്ളും ഡ്രഗ്സ് സപ്ലൈ ചെയ്യുന്നതിനും ബാക്കിയുള്ള പിള്ളേരെല്ലാരെയും അവര് ഇതെല്ലാം പറഞ്ഞ് പേടിപ്പിച്ചിരിക്കുകയാണെന്നൊക്കെ ഇമ്മ പറയുമ്പോൾ ഇപ്പൊ ആ ഒരു 4 പിള്ളേരും അവരുടെ ലീഡറായിട്ടുള്ള ജിസിയോണും കൂടിയിട്ട് ഞങ്ങൾ മൈനർ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളൊരു ചുക്കും ചെയ്യാൻ പറ്റില്ലെന്നും ഞങ്ങൾ പാവങ്ങളാണേ ഞങ്ങൾ അറിയാണ്ട് ചെയ്തു പോയതാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഇൻസ്പെക്ടേഴ്സിനെ പരിഹസിക്കുന്ന രീതിയിൽ അവരെ കളിയാക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇത് കേട്ടിട്ടും അവരോട് തിരിച്ച് ഒട്ടും തന്നെ ദേഷ്യപ്പെടാണ്ട് വളരെ ചിരിച്ചുകൊണ്ട് ഇരിക്കുകയാണ് നമ്മുടെ ഇൻസ്പെക്ടേഴ്സ്. അങ്ങനെ അടുത്ത സീനിൽ നമ്മളെ കാണിക്കുമ്പോൾ ലീഗലി അവരൊന്നും ചെയ്യാനായിട്ട് ഇവർക്ക് പറ്റിയില്ലെങ്കിലും നമ്മുടെ ഇൻസ്പെക്ടേഴ്സ് ഇപ്പോൾ പട്ടീനെയൊക്കെ അഴിച്ചിട്ട് ഈ ഒരു പിള്ളേരെ എല്ലാവരും ഓടിപ്പിച്ചിട്ട് കറക്റ്റ് ഇവരുടെ വാനിലേക്ക് കയറ്റിയിട്ട് ഈ 4 പേരെയും കൊണ്ടിട്ട് ഒരു ജുവനൈൽ റീഹാബ് സെന്ററിലേക്ക് എത്തുന്നുണ്ട്. അതായത് നോർമലി ഈ ചെറിയ കാര്യങ്ങൾക്ക് മൈനേഴ്സിനെ ഈ റീഹാബ് സെന്ററിലേക്കൊന്നും കൊണ്ടുവരാൻ ലീഗലി പോസിബിൾ ആയിരുന്നില്ലെങ്കിലും ഇപ്പൊ ERPB അവരുടെ റിസ്കിലാണ് ഈ ഒരു പയ്യന്മാരെ ഒരു പാഠം പഠിപ്പിക്കാനായിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നത്. അങ്ങനെ അവിടേക്ക് എത്തുമ്പോൾ തന്നെ അവരുടെ ഫോണൊക്കെ വാങ്ങിച്ചു വെച്ച് അവരുടെ തലയൊക്കെ ഷേവ് ചെയ്ത് അവരെ ആ ഒരു പ്രിസണേഴ്സിന്റെ യൂണിഫോമിൽ നിർത്തിയിട്ട് ഒരുപാട് കള്ളത്തരങ്ങളും കൊലപാതകങ്ങളും ഒക്കെ ചെയ്ത ആ ഒരു പ്രതികളുടെ ഇടയിലേക്ക് അവരെ നമ്മുടെ ഇൻസ്പെക്ടേഴ്സ് ഇറക്കി വിടുന്നുണ്ട്. മാത്രമല്ല അവർക്ക് 4 പേർക്കും കൂടി ഒരു ഡോർമെട്രി കൊടുത്തതിന് ശേഷം ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഇമ്മിനെയും അവിടെ നിർത്തുന്നുണ്ട്.
ഇതേ നേരം ഈ ഒരു 4 പയ്യന്മാര് ഇപ്പോഴും പഠിക്കാണ്ട് നമ്മുടെ ഇമ്മ വെറും ഒരു പെണ്ണാണെന്നും അവള് ഞങ്ങളെക്കാളെ വീക്കാണെന്നൊക്കെ പറഞ്ഞ് അവളെ ചാലഞ്ച് ചെയ്യുമ്പോൾ ദേഷ്യം വരുന്ന ഇമ്മ നിങ്ങൾ എന്നെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ ഈ ഒരു റീഹാബിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാന്ന് പറയുമ്പോൾ ഇപ്പൊ ശരിയാക്കി കൊടുക്കാം എന്നുള്ള മട്ടില് ആ ഒരു പയ്യന്മാര് നിൽക്കുന്നുണ്ടെങ്കിലും ഇത് കേൾക്കുന്ന ഹ്വാജിമിന് ആ ഒരു പയ്യന്മാർ പെട്ടു എന്നുള്ള കാര്യം മനസ്സിലാകുന്നുണ്ട്. തൊട്ട് പിന്നാലെ തന്നെ അവിടെ നടക്കുന്നത് ഒരു ഒന്നൊന്നര ഫൈറ്റ് തന്നെയാണ്. നമ്മുടെ അയേൺ ലേഡി ആയിട്ടുള്ള ഇമ്മാകട്ടെ വളരെ നിസ്സാരമായിട്ട് തന്നെ ആ 4 എണ്ണത്തിനെയും ഇടിച്ച് താഴെ ഇടുന്നുണ്ട്. മാത്രമല്ല പിറ്റേ ദിവസം മുതൽ വളരെ ഹാർഡായിട്ടുള്ള ഒരു റുട്ടീൻ തന്നെയാണ് അവർക്ക് കൊടുക്കുന്നത്. വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഇത്ര മണിക്ക് ഉറങ്ങി, ഇത്ര നേരം പാത്രം കഴുകി, ഇത്ര നേരം ഓടി എക്സസൈസ് ചെയ്ത്, ഇത്ര നേരം പഠിച്ച്, ഇത്ര നേരം ടോയ്ലറ്റ് കഴുകി എന്നിങ്ങനെ അവർ ജീവിതത്തിൽ കണ്ടിട്ടോ കേട്ടിട്ടില്ലാത്ത എല്ലാ പണികളും ഇമ്മിപ്പോ അവരെ കൊണ്ട് എടുപ്പിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ലോകത്ത് ആരെയും പേടിക്കാണ്ട് നടന്ന അവരെ ഒന്ന് പേടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻസ്പെക്ടേഴ്സ് ഇപ്പോ ബാക്കിയുള്ള കൊലപാതകങ്ങളുടെ അടുത്തൊക്കെ ഇവര് വലിയ പുള്ളികളാണ് എന്നുള്ള മട്ടിൽ സംസാരിക്കുമ്പോൾ ആ കൊലപാതകങ്ങളുടെ നോട്ടപ്പുള്ളികളായി മാറാണ് ഈ ഒരു 4 പയ്യന്മാര്. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് അവർക്ക് പേടി എന്നുള്ള ആ ഒരു ഫീലിംഗും തോന്നാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആ ബുള്ളീസിലെ ഒരാളായിട്ടുള്ള ജി സിയോൺ അവിടെ തന്നെ ജയിലില് ഇൻമേറ്റ് ആയിട്ടിരുന്ന മറ്റൊരു പയ്യന്റെ മേത്തേക്ക് തട്ടിക്കയറുകയും അവനെ അടിച്ച് പഞ്ചറാക്കി അവന് മൂക്കിന്ന് ബ്ലഡൊക്കെ വരുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ജീസിയോൺ അവന്റെ ആ ഒരു തനി സ്വഭാവം പുറത്തെടുത്തതാണെങ്കിലും പിന്നീട് ഹ്വാജിൻ അവര് നേരത്തെ ആക്രമിച്ച ആ ഒരു പയ്യൻ ആരാണെന്ന് പറയുമ്പോഴാണ് തങ്ങൾ ശരിക്കും പെട്ടെന്നുള്ളൊരു കാര്യം ഈ ഒരു പയ്യന്മാര് മനസ്സിലാക്കുന്നത്. കാരണം ഇവരിപ്പോ ഇടിച്ചിട്ട ആ ഒരു ഇൻമേറ്റിനെ കൊലപാതക കുറ്റത്തിനാണ് അവര് ഇവിടേക്ക് കൊണ്ട് ഇട്ടിരിക്കുന്നതെന്നും താൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ വളരെയധികം ഫിസിക്കലി ഉപദ്രവിച്ച തന്റെ ബുള്ളീസിനെ എല്ലാരെയും കൊന്ന കുറ്റത്തിനാണ് അവൻ അകത്ത് കിടക്കുന്നതെന്നും കേൾക്കുമ്പോൾ അടുത്ത അവന്റെ ടാർഗറ്റ് അവനെ ബുള്ളി ചെയ്ത ഈ ഒരു 4 പേരാണെന്നുള്ളൊരു കാര്യം അവരും മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് കുറച്ച് ദിവസങ്ങളൊക്കെ പേടിച്ച് വരച്ച് മനഃപൂർവ്വം തന്നെ ആ ഒരു പയ്യനെ അവോയ്ഡ് ചെയ്ത് നടക്കാനായിട്ട് ഇവർ 4 പേര് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരു ദിവസം ആ ഒരു പയ്യൻ ഇവരെ കൈയോടെ കണ്ടുപിടിച്ച് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ആയുധം വെച്ചിട്ട് ഈ ജീസിയോൺ എന്ന് പറയുന്ന ആ ഒരു ബുള്ളീനെ അവൻ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ കർമ്മ പോലെ തന്നെ ഇവൻ ബാക്കിയുള്ള പിള്ളേരോട് ചെയ്തതൊക്കെ ഇപ്പൊ ഇവനൊട്ടും നല്ല ഹൈ ഡോസിൽ തന്നെ തിരിച്ച് കിട്ടുന്നുണ്ട്. മാത്രമല്ല പേടിച്ചു പോയ പാവം ജീസിയോൺ ഇപ്പോ അവന്റെ പാന്റിൽ തന്നെ യൂറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുക പോലുമുണ്ട്. ഇതേ നേരം തന്റെ മക്കളിങ്ങനെ റീഹാബിൽ കൊണ്ടിട്ടു എന്ന് അറിയുന്ന ഈ ഒരു 4 പേരുടെ പാരന്റ്സും അവരെ സപ്പോർട്ട് ചെയ്ത് മിനിസ്റ്ററുടെ അടുത്ത് പരാതിയുമായിട്ട് എത്തുന്നുണ്ടെങ്കിലും നമ്മുടെ ഹ്വാജിൻ ഇപ്പോൾ അവന്റെ കയ്യിൽ ഉള്ള ഡ്രഗ്സിന്റെ ആ ഒരു കൃത്യമായ തെളിവ് വെച്ചിട്ട് ഈ ഒരു പയ്യന്മാരെ ഇത്രയും നാളെ ചെയ്തു കൂട്ടിയ എല്ലാ തെറ്റുകൾക്കുമായിട്ട് അവരൊന്ന് അഡൽട്ട് ആകുന്നത് വരെയെങ്കിലും അവരെ ആ ഒരു ജുവനൈൽ റീഹാബ് സെന്ററിൽ ഇടണമെന്ന് നമ്മുടെ ഹ്വാജിനും മിനിസ്റ്ററും കൂടി ഇപ്പൊ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ ERPയുടെ ഇടപെടലുകൊണ്ട് ആ ഒരു ബുള്ളീസിന്റെ കയ്യിൽ നിന്ന് ആ ഒരു സ്കൂളും അതിലത്തെ പിള്ളേരെല്ലാരും തന്നെ രക്ഷപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ അതിനുശേഷമുള്ള സീനിലാണ് നേരത്തെ ആ ഒരു പയ്യന്മാരെ അറ്റാക്ക് ചെയ്തിരുന്ന ഒരു ഇൻമേറ്റ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അവൻ ശരിക്കും ഒരു കൊലപാതകമൊക്കെ ആണെങ്കിലും നേരത്തെ നമ്മൾ കണ്ട ആ ഒരു പയ്യന്മാരുമായിട്ടുള്ള ഒരു ഫൈറ്റും പിന്നെ ഈ ഒരു ഇൻമേറ്റ് അവർ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നതെല്ലാം തന്നെ ഹ്വാജിൻ ചെയ്തിരുന്ന ഒരു പ്ലാനിങ് ആണെന്നും ആ ഒരു പയ്യന്മാര് ബാക്കിയുള്ളവരെ ബുള്ളി ചെയ്തിട്ടുണ്ടായിരുന്ന അതേ ഡോസിൽ തന്നെ തിരിച്ച് അവർക്കിട്ട് ഒരു പണി കൊടുക്കാനായിട്ട് അവരെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിപ്പിക്കാനായിട്ട് ഹ്വാജിൻ കണ്ടുപിടിച്ച ഒരു പ്ലാനിങ് തന്നെയായിരുന്നു ആ ഒരു ഇൻമേറ്റിന്റെ ഇടപെടല്. അങ്ങനെ അവർ 2 പേരും കൂടി അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ തന്നെയാണ് ഈ 4 ബോയ്സിൽ ഒരാളായിട്ടുള്ള ഈ ജീസിയോന്റെ വൃത്തികെട്ട ആ ഒരു സ്വഭാവം ഒട്ടും തന്നെ ഇഷ്ടപ്പെടാത്ത ആ ഒരു റീഹാബ് സെന്ററിലുള്ള മറ്റൊരാള് അപ്രതീക്ഷിതമായിട്ട് വന്നിട്ട് തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കത്തി എടുത്തിട്ട് ശരിക്കും ജീസിയോനെ കുത്താനായിട്ട് ശ്രമിക്കുന്നത്. അങ്ങനെ ഈ ഒരു കാര്യം പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത ഹ്വാജിൻ ഒന്ന് ഷോക്ഡ് ആയിട്ട് അവൻ തിരിഞ്ഞു നോക്കുമ്പോഴാണ് ശരിക്കും ആ ഒരു കുത്ത് കൊണ്ടിരിക്കുന്നത് ജീസിയോണിന് അല്ലെന്നും ജീസിയോണിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു സെന്ററിൽ തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു പ്രിസണർ ഇപ്പോൾ അവന് മുമ്പിലേക്ക് കയറി നിൽക്കുന്ന കാരണം കൊണ്ട് അവന്റെ വയറ്റിലായിരുന്നു ആ ഒരു കുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോഴാണ് ശരിക്കും അത് മറ്റാരുമല്ല നമ്മുടെ ഹ്വാജിന്റെ ഭാര്യയായിട്ടുള്ള മിസ് ചോയെ കൊന്ന അവള് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സ്റ്റുഡന്റ് തന്നെയാണെന്നുള്ളൊരു കാര്യം നമ്മളെ കാണിക്കുന്നത്. അങ്ങനെ ഈ ഒരു സീൻ കണ്ട് വളരെ ഷോക്ഡ് ആയിട്ട് നിൽക്കുന്ന നമ്മളെ ഹ്വാജിനെയും കാണിച്ച് ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. സോ ഗൈസ്, അങ്ങനെ 2 വർഷത്തിന് ശേഷം തന്റെ ഭാര്യയുടെ കൊലപാതകിനെ ഹ്വാജിൻ വീണ്ടും കണ്ടിരിക്കുകയാണ്. സോ ഇനി അടുത്തതായിട്ട് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയാനായിട്ട് അടുത്ത എപ്പിസോഡ് കാണാൻ ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് നാളെ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.